പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സദൃശവാക്യങ്ങൾ 25 അധ്യായം 4 വാക്യം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. നമുക്ക് സങ്കീർത്തനങ്ങൾ 12:6 പറയുന്നുണ്ട്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ഇവിടെ വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. ഏറെ സമയങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു നല്ല ഒരു ഉരുപ്പടി കിട്ടത്തുള്ളൂ. നാം നമ്മുടെ ജീവിതത്തിൽ അനേകം നാളുകൾ ദൈവസന്നിധിയിൽ ഉറപ്പോട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു അന്ത്യം പ്രാപിപ്പാൻ, അല്ലെങ്കിൽ ആ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാളുകളിൽ അനേകം ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നാം ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഇത് നോക്കൂ, വെള്ളിയിൽ നിന്ന് കീടം നീക്കി കളയണമെങ്കിൽ വളരെയധികം സമയങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നല്ലൊരു ഹല്ലേലൂയ സാധനം ഉരുപ്പടി കിട്ടുകയുള്ളൂ. ആ തട്ടാൻ അതിന്മേൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നല്ല ഒരു ഉരുപ്പടി അദ്ദേഹം നിശ്ചയിക്കുന്നത് പോലെ അത് ലഭിക്കുകയുള്ളൂ. നാമും ദൈവസന്നിധിയിൽ അനേക വില കൊടുത്തെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, അനേക സമയങ്ങൾ ചെലവഴിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധി സാധ്യമാകുകയുള്ളൂ. അതായത് നിത്യതയ്ക്ക് നമുക്ക് അവകാശിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുക്കിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഹല്ലേലൂയ. നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയുള്ള ഹല്ലേലൂയ സാധനങ്ങളുണ്ട് എന്ന്. ഹല്ലേലൂയ. ചിലത് നമ്മൾ നല്ല കാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്ന പോലെ നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതായത് ഇവയൊക്കെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. നോക്കൂ, അതായത് തിന്മയിൽ നിന്ന് തങ്ങളെ തന്നെ വേർപെടുത്തി സത്യസുശേഷത്തെ മാത്രം നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ്റെ ആഗ്രഹം അതാണ്, നാം നമ്മുടെ കർത്താവിനെ ഉപയോഗപ്രദമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കുമ്പോൾ നമുക്കറിയാം, 1-ാം അധ്യായത്തിലെ യിരെമ്യാവ് എങ്ങനെയായിരുന്നു എന്ന്. ഹല്ലേലൂയ. ആ ഒരു യിരെമ്യാവിൽ നിന്ന്, അതായത് ബാലൻ എന്ന ആ കീടം മാറ്റിയപ്പോൾ പ്രവാചകൻ എന്ന ഉരുപ്പടി ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. നമുക്കൊന്ന് നോക്കാം. അതായത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടേനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ. അനേകം നാളുകളിൽ ദൈവസന്നിധി നിന്ന് പ്രാപിക്കേണ്ട ഓരോ കാര്യങ്ങൾ, അതായത് ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് എന്താക്കിയത്? ജാതികൾക്ക് പ്രവാചകനായി. ഇവിടെ
ഇവിടെ ഇരമ്യാ പറഞ്ഞു, അയ്യോ ഞാൻ ബാലനാണെന്ന് പറഞ്ഞു. നോക്കൂ, ആ ബാലനെ എന്താണ് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ പ്രവാചകനായിട്ടാണ് ഹല്ലേലൂയ കാണപ്പെടുന്നത്. പ്രിയ മക്കളെ, നമ്മെ ഏത് വിധത്തിലാണ് കർത്താവ് എടുത്തുപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഞാൻ അയ്യോ എനിക്കൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞിരിപ്പാനല്ല, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് തന്നെ നീ ആയിത്തീരും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ബാലനാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേ അല്ലെങ്കിൽ ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ പ്രവാചകനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ബാലൻ എന്ന ആ കീടം മാറ്റിയിട്ട് എന്താ പ്രവാചകൻ എന്ന ആ ഒരു ഉരുപ്പടി ലഭിക്കാനിടയായി തീർന്നു. അതായത് നാളുകൾ കഴിഞ്ഞ് ദൈവസന്നിധി നമ്മൾ ഹല്ലേലൂയ പരമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ വാക്കിന് നമ്മൾ വില കൊടുത്ത് ആയിത്തീരുമ്പോൾ, കർത്താവ് പക്ഷെ നമ്മെ ആക്കി തീർക്കേണ്ട മണ്ണം ആക്കി തീർക്കും. ഹല്ലേലൂയ. നോക്കൂ, മോശയെ നോക്കിയാലും അറിയാം, വളരെയധികം കോപവും ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് സൗമ്യൻ എന്ന ആ ഉരുപ്പടിയിലേക്ക് മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേലിനൊക്കെ പലപ്പോഴും പിറുപിറുക്കുന്ന അനുഭവം അവരോട് കോപിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ലൊരു സൗമ്യ സ്വഭാവത്തിലേക്ക് മോശയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 5:17 കാണാം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, 3 സംവത്സരവും 6 മാസവും ദേശത്തു മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, പ്രാർത്ഥനാ സ്വഭാവമുള്ള ഏലിയാവ് നമ്മുടെ സമസ്വഭാവമുള്ളതായിരുന്നു. പിന്നെ പ്രാർത്ഥനയിൽ കൂടി ഹല്ലേലൂയ അത് ചെയ്യേണ്ടതുപോലെ ചെയ്തപ്പോൾ ഹല്ലേലൂയ ദൈവം എപ്രകാരമാക്കി മാറ്റി. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ സമസ്വഭാവമുള്ള ഏലിയാവിനെ ഹല്ലേലൂയ ഭൂമിയിൽ അതായത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് 6 മാസവും ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്യുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങേ പോലെ ഹല്ലേലൂയ അപ്പ, ഞങ്ങൾക്ക് കർത്താവ് പച്ചൻ എന്താണ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്, അപ്രകാരം ഞങ്ങളെയും ആക്കിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മലാഖിയുടെ പുസ്തകം 3:6 പറയുന്നുണ്ട്, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ മാറാത്തവനാണ്. വാക്കു പറഞ്ഞാൽ അത് അതേപോലെ തന്നെ നടക്കും. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് കർത്താവ് എന്തുദ്ദേശിച്ചിരിക്കുന്നോ അപ്രകാരം തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഓരോ സ്വഭാവങ്ങളെ, ഓരോ പ്രവൃത്തികളൊക്കെ കാണുമ്പോഴൊക്കെ ഹല്ലേലൂയ എന്നേ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പലവിധമായ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ അപ്പൻ ഹല്ലേലൂയ നമ്മെ കുറിച്ച് ഒന്ന് ഓർത്തിട്ടുണ്ട്, നീ ഏത് വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത്, അതേ മാർഗത്തിൽ കൂടെ മാത്രമേ നമ്മുടെ അപ്പച്ചൻ നമ്മെ കടത്തി വിടുകയുള്ളൂ. ഹല്ലേലൂയ. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. ഹല്ലേലൂയ. നമ്മുടെ അപ്പന് വേണ്ടി നാം ഉപയോഗപ്രദമാകണമെങ്കിൽ നമ്മെ പലവിധമായ ശോധനയിൽ കൂടി കടത്തിവിട്ടെങ്കിൽ മാത്രമേ നല്ല ഒരു മകളായി, യേശുവിൻ്റെ മകനായി തീരുവാൻ നമ്മെ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജീവിതത്തിൽ പല പ്രയാസങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ അതിൽ നിന്ന് ഹല്ലേലൂയ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്, നാം ഇതിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ അപ്പൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നാം ആയി തീരുകയുള്ളൂ. നമ്മെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയ്ക്ക് കൊള്ളാകുന്ന ഒരു മകനാക്കി എന്നെ എടുക്കണമേ. ഹല്ലേലൂയ. കീടങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് നല്ല ഒരു ഉരുപ്പിടിയായി ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവരവരുടെ സ്വഭാവത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, ദൈവഹിതമില്ലാത്തതെല്ലാം ഞങ്ങൾ നീക്കിക്കളഞ്ഞ് കർത്താവിന് കൊള്ളാകുന്ന നല്ല മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പൻ
അപ്പം ഞങ്ങളെ ഉപയോഗിച്ചെടുക്കണം അപ്പാ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. തട്ടാൻ ഹല്ലേലൂയ, ഉരുപ്പടിക്ക് വേണ്ടി ഹല്ലേലൂയ എത്രമാത്രം ഹല്ലേലൂയ അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവിന് കൊള്ളാകുന്ന പാനപാത്രങ്ങളാക്കി ഞങ്ങളെ എടുക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.